ഹലോ 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖല്ലേ? സുഖാണ്. അടുത്ത സൺഡേ എന്താ പരിപാടി? അടുത്ത സൺഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അടുത്ത സൺഡേ നമുക്കൊരു ട്രിപ്പ് പോയാലോ മലേഷ്യയിലേക്ക്? മലേഷ്യയോ? ആ ഞാൻ റെഡി. ഓക്കേ, അടിപൊളി. അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ടേ അതിന്റെ നെക്സ്റ്റ് സൺഡേ നമുക്ക് കാശ്മീർ ഒരു ട്രിപ്പ് പോയാലോ? കാശ്മീരോ? ആ അയ്യോ, എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാ. ഞാൻ റെഡി, ഡബിൾ റെഡി. അപ്പൊ ഓക്കെ, അടുത്ത സൺഡേ റെഡി ആയിട്ടുള്ളൂ മലേഷ്യൻ ട്രിപ്പ്. അയ്യോ, കട്ടിയല്ലേ. ആരാ സംസാരിക്കുന്ന പറഞ്ഞിട്ട് കട്ടിയേ? എന്റെ കെട്ടിയനോ അല്ലാണ്ട് ആരുടെ? ചേട്ടനിത് ഏത് നമ്പറിൽ നിന്നാ വിളിക്കുന്നേ? എന്റെ മറ്റൊരു നമ്പറിൽ നിന്ന് ഞാനൊരു നമ്പർ ഇട്ടപ്പോ നിന്റെ സ്വഭാവം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പറ്റിച്ചേ ഞാൻ ചേട്ടനെ പ്രാങ്ക് ചെയ്താ. എന്റെ ട്രൂ കോളർ ഉണ്ട്. ചേട്ടൻ ഏത് നമ്പറിൽ നിന്ന് വിളിച്ചാലും എനിക്ക് അറിയാൻ പറ്റും. വെച്ചിട്ട് പോടി. പോയനെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജീവന. എന്താണ് നെക്സ്റ്റ് സൺഡേ പരിപാടി? നമുക്കൊരു മലേഷ്യൻ ട്രിപ്പ് പോയാലോ? അത് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് സൺഡേ നമുക്കൊരു കാശ്മീർ ട്രിപ്പ് പോയാലോ? സാറായിരുന്നോ ഫോണിൽ വിളിച്ചത്? അതെ, എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പൊ ജീവനയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനായിട്ട് വിളിച്ചതാ. എനിക്ക് ആ സ്വഭാവം പിടികിട്ടി, നല്ല കൂതറ സ്വഭാവം. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. എന്റെ ഹസ്ബൻഡ് ഇത്രയും നാളായിട്ട് എന്നെ എവിടെയും ടൂർ കൊണ്ടുപോയിട്ടില്ല. ഒറ്റോടാ പാവം. ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ജീവനയുടെ പുറകിലേക്ക് ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന കക്ഷിയല്ലേ. ഹസ്ബൻഡ് എന്ന പേരിന് കൃത്യമായ ഒരു മനുഷ്യനാണ് അങ്ങേര്. ഹസ്ബൻഡ്. സോറി സാർ. പിന്നെ ജീവന ഈ ഓഫീസിൽ പുതിയതായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താ സാർ? ഇതൊരു വില്ലേജ് ഓഫീസാണ്. ഇവിടെ പലരും പല സർട്ടിഫിക്കറ്റിനായിട്ട് വരുമ്പോ തന്നെ എടുത്ത് കൊടുത്തേക്കരുത്. അതെന്താ? എല്ലാവരെയും പരമാവധി നമ്മൾ നടത്തിക്കണം. അതാണ് നമ്മുടെ ഒരു ശൈലി, നമ്മുടെ ഒരു രീതി. ചെല്ലുമ്പോ തന്നെ സാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ കരുതും നമുക്ക് ഒരു പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കണാണ്. അപ്പൊ അവരെ പരമാവധി നമ്മൾ നടത്തിക്കുക. നടന്ന് അവരുടെ ഉപ്പാടളയി കഴിയുമ്പോ അവരവസാനം നമുക്ക് ചെറിയൊരു തുക കൈക്കൂലിയായിട്ട് തരും. അത് വാങ്ങിച്ചു വെക്കണം. മേടിച്ചാ കൊല്ലും ഞാൻ. മണ്ടത്തരം കാണിക്കരുത്, വിജിലൻസ് പിടിക്കും. അത് നമ്മള് കൈ കൊണ്ട് മേടിക്കരുത്. ഇതിന്റെ ഫ്രണ്ടിലൊരു തട്ടുകടയില്ലേ രാമൻകുട്ടിച്ചേട്ടന്റെ, അങ്ങേരുടെ കയ്യിൽ കൊടുക്കാൻ പറയണം. അത്രേ ഉള്ളൂ. സാറിന് അതിബുദ്ധിയാണല്ലോ. അതെ. അല്ല, ഈ രാമൻകുട്ടി ചേട്ടൻ സാറിന് കൈക്കൂലി അങ്ങോട്ട് തരുമല്ലേ? പിന്നെ എന്റെ അച്ഛൻ എനിക്ക് കാശ് തരാതിരിക്കും? അച്ഛനാ? പിന്നെ ചുമ്മാതാണ് എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിൽ തട്ടുകട ഇടിച്ചേക്കണത്. അത് കൊള്ളാം. സാർ, എന്റെ പേര് രാജപ്പൻ. രാജപ്പനോ? രാജന്റെ അപ്പൻ. അതാണ്. അപ്പൊ ശരിക്കുള്ള തന്റെ പേരെന്താണ്? അപ്പൻ. അപ്പൻ എന്നൊക്കെ ആരെങ്കിലും പേരിടുള്ളൂ. പിന്നെ അപ്പനെന്നും അച്ഛനും കൂട്ടി അപ്പച്ചെന്ന് വിളിക്കൂലേ ആൾക്കാര്? അതങ്ങനെ വിളിക്കൂലേ? പിന്നെ അപ്പൻ തമ്പുരാനായിരുന്നു എന്റെ അച്ഛൻ. പുള്ളി മരിച്ചുപോയി. അയ്യോ, എങ്ങനെയാ മരിച്ചത്? സുഹൃതക്ഷയം. അങ്ങനെ വല്ല അസുഖമുണ്ടോ? ക്ഷയമായിരുന്നു. ഒരു വെയിറ്റിന് വേണ്ടി സുഹൃത്തം ഞാൻ കൂട്ടിച്ചേർത്തു. ഇപ്പൊ എന്താ വന്ന കാര്യം? അപ്പൻ മരിച്ചതിന് ശേഷം എന്റെ അമ്മ തളർന്നു കിടക്കാണ് സാർ. അയ്യോ, എഴുന്നേറ്റ് നടക്കില്ല. ഓക്കെ. അപ്പൊ സാറ് എന്റെ അമ്മയൊന്ന് നടത്തിക്കണം. ഞാൻ നടത്തിക്കണം. സുഹൃത്തെ, നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് ഹോസ്പിറ്റലല്ല, ഇത് വില്ലേജ് ഓഫീസാണ്. ഞാൻ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാണ്. അല്ല, സാർ ഇവിടെ വരുന്നവരെ നടത്തിക്കണം ഞാൻ അറിഞ്ഞു. ഒന്ന് നടത്തിക്ക് സാർ എന്റെ അമ്മയെ, പ്ലീസ്. സാറേ, ഒന്ന് നടത്തിക്ക് സാർ. ഇങ്ങനെ സുഹൃത്തെ, താങ്കളുടെ അമ്മയെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക. എനിക്ക് താങ്കളുടെ അമ്മയെ നടത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. എന്നാ വിട്ടോ. അപ്പൊ സാറ് നടത്തിക്കില്ല? ഇല്ല. എന്നൊരു കാര്യം പറയട്ടെ സാർ. ഇനിയും കാര്യം പറയാനുണ്ട? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചുരുക്കി പറയുക. കാരണം ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. സാർ ചുരുക്കി പറയാൻ പറ്റും? എനിക്ക് പറയാനുള്ളത് വാ തുറന്നൊന്നും മൊഴിയണോ? എനിക്ക് നൈറ്റ് കച്ചവടമാണ്, അതാണ് ഏന്ന് ചുരുക്കി പറഞ്ഞു. നൈറ്റിൽ എന്ത് ബിസിനസ്സാ? എന്തായത്? ജീവന. സാറിന് ജീവനായിരിക്കും, പക്ഷെ ഞാൻ ഇവരെ ജീവനെടുക്കും. ജീവന, പ്ലീസ്. അതെ, എനിക്ക് നൈറ്റ് കച്ചവടമാണ്. ഞാനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് നൈറ്റ് വിറ്റ സർട്ടിഫിക്കറ്റ് വേണം സാർ. നൈറ്റ് വിറ്റതിന്റെ സർട്ടിഫിക്കറ്റാ? പിന്നെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. ആര് പറഞ്ഞു? ഞാൻ പഞ്ചായത്തിന് ചോദിച്ചു പറയാ, ഇവിടെ വന്ന് വില്ലേജ് പറയാ. അപ്പൊ നൈറ്റ് വിറ്റ സർട്ടിഫിക്കറ്റ് ഇടുന്നു. കറിയാണോ ശരിക്കാണോ സാർ? സംഭവം താന്ന് മനസ്സിലായോ? ഇല്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്.
അതിനെയാണ് ഈ നൈറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. സുഹൃത്തെ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന കര, പ്രദേശം, താലൂക്ക്, ഇതെല്ലാം അഡ്രസ്സൊക്കെ കൂടി ചേർന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ചമ്മിപ്പോയി. ആര്? ഞാൻ ചമ്മിയതിന്റെ റിയാക്ഷൻ ആയിട്ട് ഞാൻ കരുതി കീ കൊടുക്കുമ്പോ ചില പാവയൊക്കെ ആ സാധനമാണെന്ന് കരുതി. അപ്പൊ താങ്കൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, താങ്കളുടെ ഡെലിവറി എവിടെയാണ്? ഡോർ ഡെലിവറിയാണ് സാർ. ഡോർ ഡെലിവറി മനസ്സിലായില്ല. എന്നെ പ്രസവിക്കാൻ വേണ്ടി അമ്മ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോറിന്റെ ഫ്രണ്ടിൽ വെച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഡോർ ഡെലിവറി. തലവേദന കേസാണ്. തലവേദനയാണ് ഈ മരുന്ന് സാർ എന്റെ ഹെൽത്ത്. വേണ്ട, ഒരു കാര്യം ചെയ്യ്, താൻ പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വാ. അപ്പോ എന്റെ അമ്മയെ നടത്തിക്കാൻ പറ്റൂ സാർ? ഇത് തന്റെ അമ്മയെ നടത്തിക്കണ കാര്യമല്ല. അന്നേരം തനിക്ക് ഈ പറഞ്ഞ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കേസ് ഞാനൊന്ന് ആലോചിക്കാം. സാറേ തരണേ സാറേ. നോക്കട്ടെ. ഈ സീലൊന്നും എടുത്തിട്ടെ. അവിടെ വെച്ചിടൂ. മാഡം 2 ആഴ്ച വരാ കേട്ടോ. എന്തെല്ലാം മനുഷ്യരാണ് ജീവിതം. സാറേ, അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കട്ടെ? കൊല്ലും ഞാൻ. അവനെ നടത്തിക്കണം. നടത്തിച്ച് അവന്റെ ഊപ്പാടിളക്കണം. നടത്തിക്കണം. അവൻ എന്നെ പരിഹസിച്ചവനാണ്. അവന്റെ അമ്മയെ ഞാൻ നടത്തിക്കണമെന്ന്. ഹലോ. ഹലോ, എന്താ കാര്യം? എനിക്കൊരു മകനാണ്. അതിന്റെ ആളതാ. ആഹാ, അപ്പൊ ഞാൻ സംശയിച്ചതൊക്കെ ശരിയായി. നിങ്ങളൊരു ഊടായ്പാണല്ലേ. അവളെ എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ മകന്റെ ആള് നിങ്ങളാണെന്നല്ലോ. എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൊടുത്തേക്കണത്? മിസ്റ്റർ, അതിന്റെ ആളെന്ന് പറഞ്ഞതേ അദ്ദേഹമാണ് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ. അദ്ദേഹമാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുന്നത്. അയ്യോ, ഒരു നിമിഷം സാറേ, പെട്ടെന്ന് ഇതായി പോയതാണ് സാറേ. Okay. വേറെ ഒന്നല്ല സാറേ, എനിക്കൊരു റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു സാർ. റിലേഷൻ സർട്ടിഫിക്കറ്റ്? അതെ. ആരുമായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്? എന്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ്. ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലില്ല, അവളായിട്ട് എനിക്ക് ഒരു റിലേഷനും ഇല്ല സാറേ. അപ്പൊ നിങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് ആണോ? അല്ലാന്നേ, അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ, തല്ലുപിടിച്ച് പോയതാണ്. അവള് മാത്രമല്ല പോയത്, പോയപ്പോ എന്റെ മോനെയും കൂടി കൊണ്ടുപോയി. വർഷങ്ങളോളം ഞാൻ ഗൾഫ് കടന്നുണ്ടാക്കിയ കാശ് മുഴുവൻ അവന്റെ പേരിൽ ഇട്ടേക്കണത്. ഒന്നുമില്ല, എല്ലാം പോയി സാറേ. എടോ, താനിപ്പോ പറഞ്ഞ പ്രകാരം 2 റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ആദ്യം തന്റെ മകനായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ്, അതിനുശേഷം തന്റെ ഭാര്യയായിട്ടുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റും വേണം. ഓക്കെ, പക്ഷെ മകനായിട്ടുള്ള റിലേഷൻ അതെങ്ങനെ? അതിനൊരു DNA ടെസ്റ്റ് നടത്തിയാ മതി. DNA എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. പറ. ഡാഡി നിന്റെ ആരാ? അതല്ലേ? ഡാഡി നല്ല ആളാ. ഡാഡി നല്ല ആളാ. വീണ്ടും DNA. എടോ, അതൊന്നുമല്ല. ആ ടെസ്റ്റിന് താൻ വിധേയനാകണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയെങ്കിലും വിധേയനാണ് സാറേ. ഭാര്യ എപ്പോഴും എന്റെ മോനോട് ഇടക്കടെ പറയുന്നുണ്ട്, എന്ത്? ഡാഡി നിന്റെ അല്ലാന്ന്. വീണ്ടും DNA. ഡാഡി നിന്റെ അല്ല. കറക്റ്റ്, ഡാഡി നിന്റെ അല്ല, DNA. അതെ. അയ്യോ, കറക്റ്റ്. ഒന്ന് നിർത്തോ? ഒന്നില് നിർത്തിയാണ് സാറേ, ഒറ്റ മോൻ മാത്രമേ ഉള്ളൂ. അതല്ല, ഞാൻ അവരോടാണ് നിർത്താൻ പറഞ്ഞത്. അപ്പൊ മാഡം ഇതുവരെ നിർത്തിയില്ലേ? ഞാൻ 2 എണ്ണം കഴിഞ്ഞപ്പോഴേ നിർത്തിയതാ. അതെന്താ 2 കഴിഞ്ഞപ്പോ നിർത്തിയത്? അല്ല, എടോ, താൻ ഇവിടെ എന്തിനാ വന്നത്? കുട്ടികളുടെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണോ? അല്ല സാറേ, എനിക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് വേണമല്ലോ എനിക്ക്. അത് വേണം, എന്തായാലും വേണം. ആ ഒരു കാര്യം, മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്ക്. മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അതുമില്ലേ? കല്യാണം കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ ഒളിച്ചോടി പോയതല്ലേ നമ്മള്. പിന്നെ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല സാറേ, കല്യാണം കഴിഞ്ഞില്ലേ. ലീലയല്ല. ഇല്ല. ഇതൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയോട് തനിക്ക് റിലേഷൻ സർട്ടിഫിക്കറ്റ് തന്നത്? അല്ല, എങ്ങനെയെങ്കിലും തരണം സാറേ, ഇല്ലെങ്കിൽ ഞാൻ അധോഗതിയാവും, അതുകൊണ്ട് പറഞ്ഞതാണ്. എടോ, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല ഈ പറഞ്ഞ സാധനം. അയ്യോ, എങ്ങനെ തന്നേ പറ്റൂ സാറേ. എന്തൊരു ശല്യം. പ്രശ്നത്തിലാണ് സാറേ. തരാൻ പറ്റില്ല. സാറിന് എത്ര വേണമെങ്കിൽ ഞാൻ കൈക്കൂലി തരാം. കൈക്കൂലി തരാം. താൻ ഞങ്ങളെ കുറിച്ച് എന്താണോ മനസ്സിലാക്കിയത്? താൻ എന്താണ് ഞങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്? എവിടെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരാണോ? സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണോ? ഞങ്ങളുടെ സത്യസന്ധതയെ താൻ ചോദ്യം ചെയ്യുകയാണോ? ഇവിടെ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ട് പിന്നെ തന്റെയൊക്കെ തക്കാപ്പിച്ച് ഞങ്ങൾക്ക് എതിരാണോ? എടോ, ഞാൻ ഒരു കോള് വിളിച്ചാലുണ്ടല്ലോ ഇവിടെ വിജിലൻസ് പറഞ്ഞതും പിന്നെ താൻ ഈ പുറം ലോകം കാണില്ല. താൻ അഴിക്കുള്ളി കിടന്ന് ഉണ്ട തിന്നും. ഉണ്ട. സത്യസന്ധരായ ജീവനക്കാരെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എത്ര തരും? എത്ര വേണം? 10 പോരാ. 50 പോരാ. 1 ലക്ഷം. ഓക്കെ, ആയിക്കോട്ടെ. 1 ലക്ഷം 1 ലക്ഷം തരാ സാറേ. കൈ കൊണ്ട് തുടരുത്.
കൈ കൊണ്ട് എടുക്കരുത്. എന്നാ കടിച്ചെടുക്കാം. എടോ പുറത്ത് പുറത്ത്. അയ്യോ, പറയണ്ട സാറേ. പുറത്ത് അവിടെ ഒരു തട്ടുകട കണ്ടോ? ഞാൻ വരുമ്പോ അവിടുന്ന് കട്ടൻ ചായ കുടിച്ചല്ലേ, ആ. അയ്യോ ഒരു ഉണക്ക കിളവൻ, ഒരു വൃത്തിയില്ല മനാരുമില്ലാന്ന് മൂക്കുന്നൊക്കെ ഇങ്ങനെ ഒലിച്ചോണ്ട് ചായ. അയ്യയ്യയ്യയ്യയ്യയ്യയ്യേ, എന്തൊരു മനുഷ്യന്റെ. ആ കിളവന്റെ കേസ് വീട്. പുറത്ത് ആ കിളവന്റെ അടുത്ത് ചെന്നിട്ട് ഈ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് താൻ നേരെ വിട്ടോ, പിന്നെ അവിടെ നിൽക്കണ്ട. എന്നിട്ട് നാളെ രാവിലെ 10 മണിയാവുമ്പോ തന്റെ കയ്യിൽ ഞാൻ റിലേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് തരും. അത് ശരി. ആ ഏതോ ഒരു കിളവന്റെ അടുത്ത് ഞാൻ 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് നടക്കൂല സാർ. അതെ അതെ, അത് നടക്കൂല. ഏതോ ഒരു കിളവനല്ല, പിന്നെ അത് സാറിന്റെ അച്ഛനാ. ജീവനെ മണ്ടത്തരം വിളിച്ച് പറയുന്നു. പറഞ്ഞു പോയി സാർ. എന്റെ അച്ഛനാ. മണ്ടത്തരാണോ? സത്യമായിട്ടും എന്റെ അച്ഛനാ. എനിക്ക് വിശ്വാസമൊന്നുമില്ല, കണ്ടാലും അങ്ങനെ തോന്നില്ല. എനിക്ക് വിശ്വാസമില്ല സാറിന്റെ അച്ഛനാണെന്ന്. എടോ ആ അച്ഛന്റെ മൂത്ത മോനാണ് ഞാൻ. എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു പണി ചെയ്യ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അച്ഛനും നിങ്ങൾ അയാളുടെ മകനുമാണെന്നുള്ള റിലേഷൻ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കും, ഞാൻ കൊടുക്കാം. താനിവിടുന്ന് ആയിക്കോട്ടെ. ജീവനെ പുറത്ത് എന്നിട്ടേ അച്ഛനോട് പറ ഒരു റിലേഷൻ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ എന്റെ മുമ്പിൽ കൊടുക്കും. അയ്യോ അതൊന്നും നടക്കത്തില്ല, കൊറേ നാളെടുക്കും. ശരിയാണ്, അച്ഛനാണെങ്കിൽ ഞാൻ നടത്തിക്കും. എന്റെ സ്വഭാവം എടോ, ഭാര്യയ്ക്ക് 3 നേരം റേഷൻ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം ഭാര്യയായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കും. ആരുടെ ഭാര്യയായിട്ട്? സാർ സാറിന്റെ ഭാര്യയായിട്ടാ? അയ്യോ അതറിയില്ലായിരുന്നു. എടാ എന്നെ ഭാര്യയായിട്ടല്ലോ, തന്റെ ഭാര്യയായിട്ട് ഒരു നല്ല റിലേഷൻ ഉണ്ടാക്കി. എന്നിട്ട് താനൊരു നല്ല ഭർത്താവ്, എന്നിട്ട് ഇവിടെ വാ. എന്നിട്ട് വേണമെങ്കിൽ തനിക്ക് ഞാൻ റിലേഷൻ സർട്ടിഫിക്കറ്റ് തരണോ വേണ്ട എന്ന് ഞാൻ ആലോചിക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞവരൊക്കെ ഞാനാണ് കുറ്റക്കാരനാണോ? അതെ, താനാണ് കുറ്റക്കാരൻ, താനാണ് കുറ്റക്കാരൻ, താനൊരു തെറ്റുകാരനാണ്. അങ്ങനെ അങ്ങ് എന്നെ DNA. വീണ്ടും DNA. നീ എന്തിനാണോ DNA? DNA എന്ന് പറഞ്ഞാൽ ഇടി എന്നെ. കൊല്ലാൻ